വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് VGP മറൈൻ കിങ്ഡത്തിലേക്കും സ്നോ വേൾഡിലേക്കും പോവാണ്. ചെന്നൈയിൽ വന്നിട്ട് ഞാൻ അധികം പ്ലേസസിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഒരു കുട്ടി വ്ളോഗ്. ആ കാണുന്ന സ്ഥലം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ആൻഡ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സമയം കിട്ടി. നോക്കിണ്ടല്ലേ മറൈൻ കിങ്ഡമും ഇങ്ങനെ തന്നെ. എന്താ വെയില്. മറൈൻ കിങ്ഡം. ഇതിൻ്റെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടവർക്ക് അറിയാം എനിക്ക് എങ്ങടാ പോകണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേര് വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആക്ച്വലി ഇത് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാക്ക് ത്രൂ അക്വേറിയമാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് അണ്ടർ വാട്ടർ VR എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നിന്നാണ്. പക്ഷെ പെട്ടെന്ന് എല്ലാവരും കൂടി എന്നെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലായി. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. അതാണല്ലേ ഇത്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സൈഡിൽ കുറേ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അട്രാക്റ്റീവായി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് കാലൊക്കെ നീട്ടിയിരിക്കുക. അവിടെ ഉള്ളവർക്ക് നമ്മളെ കാണാൻ. പക്ഷെ ഇതിനുള്ളത് സൗണ്ട് കേട്ടിട്ട് പേടിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാറ്റ്ഫിഷ്. അല്ലേ? ആ തല മുഴച്ച മീനതാ അവിടെ ഉണ്ട്. ഓ അവിടെയുണ്ടോ? ബ്ലാക്ക് പക്കു. ഗൗരമ്യോ? അവിടെ ഒരു വൈറ്റ് പക്കൂന്ന് വരുമോ അടുത്തേക്ക് ആരെങ്കിലും? വരുമോ ആരെങ്കിലും? ആൾക്കാർ കാണിച്ച് അതിന് ഗ്രാസ് കാർപ്പാണ്. ഒരു അതിന് നല്ല വയറുണ്ടല്ലേ. ബോഡി ഷേമിങ് ചെയ്യുന്നു പട്ടികളെ. ഈ ചെറിയ മീനുകളോ കൂടുള്ള? ഓ അതോ ഒരു ഗ്ലോ അല്ലേ? ഓ ചെറിയ കൂടും. ഓ എല്ലാവരും കണ്ടല്ലേ അല്ലേ? ഇവിടെ
ഉള്ളിലൊരു ടച്ച് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഫിഷിനൊക്കെ തൊട്ട് നോക്കാം. അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. തൊടു 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 തൊടു. എൻ്റെ കണ്ണിൽ തൊടണ്ട, മറ്റേ കൈ കൊണ്ട് തൊടുക. എന്നിട്ട് சார் ஐ எம் எ ஃபோட்டோகிராஃபர். உங்களுக்கு இன்ட்ரெஸ்ட் இருந்தா ஃபோன் பண்ணுங்க, நான் இதெல்லாம் கவர் பண்ணா ஃபோட்டோ எடுத்துறேன். ആ നീ ടച്ച് ചെയ്തോ. ഭയങ്കര രസമായിട്ടില്ലേ? ഓ വെന്തോർണെന്താ വരുന്നു. എൻ്റെ കാലിലോട്ട് ലോബ്സ്റ്റർ. ഈ പ്ലേസ് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ച പോലെയേ ആയിരുന്നില്ല. ഞാൻ ശരി എന്തോ കുറച്ച് മീനുകളൊക്കെ കണ്ടിട്ട് വരാം, ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ച പോലെ കുട്ടി കുട്ടി മീനുകളൊന്നുമല്ല, ഷാർക്കും സ്റ്റിംഗ് ഒക്കെയാണ് നമ്മുടെ മീതെ കൂടെയൊക്കെ പോണേ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ഷിപ്പ്രെക്കാണ് മുന്നിൽ കണ്ട ആങ്കർ. ഇത് കുഞ്ഞിത് ഡോറാണ്. ഡോർ അങ്ങനെ തുറക്കാം തിരിച്ച്. പക്ഷെ അമ്മു ഇത് കണ്ട ഷാർക്ക്, ഇതുപോലത്തെ വലിയ വലിയ ഷാർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അല്ല ആ സൈസിലുള്ള ഷാർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു. മാൻഡാണ്. സ്റ്റിംഗ്രേ വരുന്ന ടൈപ്സാണ്, ഷാർക്കല്ല. അത്യാവശ്യം വലുപ്പമുണ്ട്. അല്ലേ? ഇതിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. പക്ഷെ നല്ല എന്താലേ വിടാതെ അതിവിടെ എത്തി.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞൊരു പഫ്സും കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. പുറത്ത് നല്ലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, നിറയെ ടോയ്സ് എന്ന് പറഞ്ഞാൽ മിക്കതും ഇങ്ങനെ ഫിഷ്, ടർട്ടിൽസ്, അങ്ങനെ കുറച്ച് മീൻസ് ആ മറൈൻ കിങ്ഡമായിട്ട് റിലേറ്റ് ചെയ്ത പോലത്തെ ടോയ്സ് തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ സ്നോ കിങ്ഡത്തിലും പോയി. അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാം. സോ അതായിരിക്കും ബൈ.